പത്തനംതിട്ട ഏറെ പ്രിയമുള്ള സഖാക്കളെ, എൻ്റെ ആത്മസഹോദരങ്ങളെ, ഈ യോഗത്തിൻ്റെ മോഡറേറ്റർ ബഹുമാനപ്പെട്ട മന്ത്രി പ്രസാദ്, ഏറെ ആദരണീയനായ ശ്രീ പുനല ശ്രീകുമാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിച്ച ജസ്റ്റിസ് ചന്ദ്രു, ആദരണീയരും ബഹുമാന്യരുമായ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ദളിത് അവകാശ സംരക്ഷണ സെമിനാർ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പര്യാലോചന വിഷയം. യഥാർത്ഥത്തിൽ ദളിതർക്ക് എവിടെ നിന്നാണ് അവകാശം ലഭിച്ചത്, ഈ അവകാശം ആരാണ് തന്നത് എന്ന് നമ്മൾ വളരെ അഗാധമായി ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ ഇന്ത്യൻ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ പറയുന്നത്, പണ്ട് മുതലേ പ്രാചീന കാലം മുതൽ തന്നെ ഇവിടെ എല്ലാവരും തുല്യരായിരുന്നു, എല്ലാവരും സമത്വപൂരിതമായി ജീവിച്ച ഒരു സമൂഹമായിരുന്നു എന്ന അമ്മുമ്മ കഥ നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആർഷഭാരത സംസ്കാരമാണ് ശ്രേഷ്ഠമായ സംസ്കാരമെന്ന് വ്യാപിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ ആർഷഭാരത സംസ്കാരത്തിൻ്റെ അടിമകളായി ദളിതരെയും ആദിവാസികളെയൊക്കെ മാറ്റുന്ന ഒരു സ്വഭാവ സവിശേഷം നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വ്യാസനും വാൽമീകിയും ഒക്കെ ദളിതരാണെന്ന് പറഞ്ഞുകൊണ്ട് രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ഒക്കെ പ്രത്യയശാസ്ത്രം ഇന്ത്യയിലെ കേരളത്തിലെ ദളിതരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വാൽമീകി ദളിതനാണെന്ന് പറഞ്ഞുകൊണ്ട്, വ്യാസൻ ദളിതനാണെന്ന് പറഞ്ഞുകൊണ്ട് രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ബ്രാഹ്മണികമായ പ്രത്യയശാസ്ത്ര മൂല്യങ്ങളെ കേരളത്തിലെ ദളിതർക്കിടയിലേക്കും ആദിവാസികൾക്കിടയിലേക്കും വലിയ രീതിയിൽ പ്രക്ഷേപിക്കാനുള്ള ശ്രമം നടക്കുന്നു. യഥാർത്ഥത്തിൽ വാൽമീകി ഒരു ദളിതനാണോ? വാൽമീകി ഒരു ദളിതനേ അല്ല. പക്ഷേ വാൽമീകി ദളിതനാണെന്ന് പറഞ്ഞ അമ്മുമ്മ കഥ പറഞ്ഞുകൊണ്ട് ഈ കർക്കിടക മാസത്തിൽ മുഴുവൻ ആളുകളെ കൊണ്ടും രാമായണം വായിപ്പിക്കുക. രാമായണത്തിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന അമ്മുമ്മ കഥ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ചോദിക്കുന്നു, ഈ ഇതിഹാസ പുരാണ പാഠങ്ങളിൽ എവിടെയെങ്കിലും സമത്വമുണ്ടോ? ഈ ഇതിഹാസ പുരാണ പാഠങ്ങളിൽ എവിടെയെങ്കിലും സാഹോദര്യത്തെ പറ്റി പറയുന്നുണ്ടോ? ഈ ഇതിഹാസ പുരാണ പാഠങ്ങളിൽ എവിടെയെങ്കിലും സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നുണ്ടോ? എന്നുമില്ല. 31 ദിവസം, ഇപ്പൊ കർക്കിടക മാസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അല്ലേ? 31 ദിവസം രാമായണ വായനയാ. വെളിച്ചെണ്ണയ്ക്കാണെങ്കിൽ തീ പിടിച്ച വിലയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ 420 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്ന് രാമായണം വായനയാണ്. രാമായണത്തിൽ നല്ല നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഈ അന്തസ്സായിട്ട് നമ്മൾ ഈ കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടനയുള്ളത് കൊണ്ടും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമ്മൾ അന്തസ്സായിട്ട് ഇരിക്കുന്നത്. നമ്മളത് മറന്നു പോകരുത്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ രാമായണം വായിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് വായിച്ചാൽ മതി. കാരണം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാമുജ ലീനമാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യം അത് തീർത്ത് ചേതസി തെളിഞ്ഞിടുവാൻ വണങ്ങുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാമായണം തുടങ്ങുന്നത്. ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണേ എന്ന് 31 ദിവസം ഒരു ദളിതര് വായിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? മറ്റൊരു സംഗതിയുണ്ട്. ഭൂപരിഷ്കരണത്തെ പറ്റി ബഹുമാനപ്പെട്ട പുനല ഇവിടെ സൂചിപ്പിച്ചു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ രാമരാമ പാഹിമ മുകുന്ദരാമ പാഹിമ എന്ന് ചൊല്ലിയിട്ട് തൊട്ടടുത്ത വരിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമരാമ പാഹിമ. എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഈ രാമൻ നമുക്ക് ഭൂമി, ഇന്ത്യയിലെ ദളിതർക്കും കേരളത്തിലെ ദളിതർക്കും ഭൂമി തരാൻ വന്ന ആളാണോ രാമൻ? അല്ല. അദ്ദേഹം ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വന്ന ആളാണ്. അദ്ദേഹത്തെ നമ്മളിരുന്ന് സന്ധ്യക്കിരുന്ന് വിളിച്ചത് കൊണ്ട് ഒരു ഫലവും ഇല്ല എൻ്റെ ആത്മസഹോദരങ്ങളെ, ഒരു ഫലവും ഇല്ല. ഇന്നിപ്പോൾ പറയാൻ കഴിയുമോ എന്നറിഞ്ഞുകൂടാ. നമ്മളെ ജയിലിലടയ്ക്കും. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ട്. ദരിദ്രനായ കുചേലൻ
കൃഷ്ണനെ കാണാൻ വരികയാണ്. അഴിമകൾ ഒരുമിച്ച് ഒരു കട്ടിലിന്മേൽ അന്നേരം എന്ന് തുടങ്ങുന്ന ആ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ട്. കുചേലന് ഒരു 13-ലധികം മക്കളുണ്ടെന്നാണ് ഭാഗവത പുരാണം പറയുന്നത്. ഒരുപാട് മക്കളുണ്ട്. അത്യാവശ്യം വസ്തു ഉണ്ടെന്നും ഭാഗവത പുരാണത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഭാഗവത സപ്താഹ യജ്ഞവേദികളിൽ ഭക്തിപൂർവം വായിച്ചിട്ട് കേരള സമൂഹം ഒരിക്കൽ പോലും ചോദിച്ചില്ല, ഇത്രയും വസ്തു ഉണ്ടായിട്ട് എന്തുകൊണ്ട് കുചേലൻ ഒരു വാഴ നട്ടില്ല എന്ന് കേരള സമൂഹം ചോദിച്ചില്ല. അങ്ങനെയാണെങ്കിൽ കൃഷ്ണനെ കാണാൻ പോകുന്നത് ഒഴിവാക്കാമായിരുന്നു. ഒരു തെങ്ങ് നട്ടാൽ മതിയായിരുന്നു, പട്ടിണി ഒഴിവാക്കാം. പക്ഷേ നമ്മൾ മറന്നു പോകരുത്, കൃഷ്ണൻ കുചേലൻ എന്ന് പറയുന്ന ബ്രാഹ്മണനെ അല്ലാതെ മറ്റാരെയും സഹായിച്ച ചരിത്രമില്ല. ഈ കഥ ഇവിടെ പറയാൻ കാരണം ഇന്ത്യയിലെ ദളിതരെയും ആദിവാസികളും അവർ ഉന്നമനത്തിലേക്ക് വന്നത് ഇന്ത്യയിലൊരു ഭരണഘടന ഉള്ളത് കൊണ്ടാണ്. കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വലിയ മുന്നേറ്റം നടന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സമൂഹമാകമാനം പരിഷ്കരിക്കപ്പെടുന്ന രീതിയിലേക്ക് ഒരു മാറ്റം വന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് ഭഗവത്ഗീതയും രാമായണവുമായിട്ട് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടന എടുത്താണ് അവരെ കാണിക്കേണ്ടത്. കാരണം ഈ പറയുന്ന രാമായണത്തിലോ മഹാഭാരതത്തിലോ എന്തില്ല? സ്വാതന്ത്ര്യമോ സമത്വമോ സാഹോദര്യമോ ഇല്ല. അതിന്റെ പ്രതിഫലനം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ ഒരു സമീപ പ്രദേശത്താണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇല്ലേ? ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം. പ്രസാദം എങ്ങനെയാണ് തരുന്നത്? ഇപ്പോഴും എറിഞ്ഞു കൊടുക്കുക. അപ്പൊ കേരള സമൂഹത്തിന്റെ പൊതുവീതികളിൽ നിന്ന് ഒഴിവായ അയിത്തവും തൊട്ടുകൂടായ്മയും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ സുരക്ഷിതമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നമ്പൂതിരിമാര് പ്രസാദം എറിഞ്ഞു കൊടുക്കുക ഇപ്പോഴും അമ്പലത്തിൽ. ചെട്ടികുളങ്ങര ചെന്നാലും എറിഞ്ഞു കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ നമ്മളിൽ എത്ര പേർ ആ അനീതിയെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ചെട്ടികുളങ്ങരയില് ഈഴവ സമുദായക്കാരനായ സുധി എന്ന് പറയുന്ന ഒരു ശാന്തിക്കാരൻ കീഴ്ശാന്തിയായിട്ട് അപ്പോയിന്റ്മെന്റ് കെട്ടി ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ ചെന്നു. അദ്ദേഹത്തിന് സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി ചെട്ടികുളങ്ങര അമ്മയുടെ ആ സോപാന പടിയിൽ ചവിട്ടാൻ പോലും ചെട്ടികുളങ്ങരയിലെ ബ്രാഹ്മണ്യ ആ സുധി എന്ന് പറയുന്ന ഈഴവനെ അനുവദിച്ചില്ല. പിന്നെ ദളിതരുടെ കാര്യം പറയാനുണ്ടോ? ബ്രാഹ്മണ്യത്തെ ഡോക്ടർ ബി ആർ അംബേദ്കർ നിർവചിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയുടെ നിഷേധ സ്ഥാനമാണ് ബ്രാഹ്മണ്യം. ഇത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. നമ്മള് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വന്നു, കേരളം പുരോഗമിച്ചു, തീർച്ചയായിട്ടും പുരോഗമനത്തിന്റെ ആശയാവലികൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഫ്യൂഡൽ നാടുവാഴി മൂല്യങ്ങളിലേക്ക് തിരികെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കേരള സമൂഹത്തിൽ കാലി കഴിച്ചോട്ട് അധ്യാപകരുടെ കാലി കഴിയുന്ന പരിപാടി. ഇങ്ങനെ അത് മാവേലിക്കരയിൽ അടുത്താണല്ലോ അതും സംഭവിച്ചത്. ഇങ്ങനെ പല രീതിയിൽ ഫ്യൂഡൽ നാടുവാഴി മൂല്യബോധങ്ങൾ വളരെ ആഴത്തിൽ നമ്മുടെ സമൂഹത്തെ പിടിമുറുക്കിയിട്ടുണ്ട്. അതിനെ ആഴത്തിൽ പരിശോധിക്കുന്ന വേദികൾ കൂടിയായിട്ട് നമ്മൾ ഇതിനെ മാറ്റണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ നിന്നും അയിത്തം ഇപ്പോഴും പോയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ അദ്ദേഹം കണ്ണൂർ ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ നമ്പൂതിരി അദ്ദേഹത്തിന് കൈകളിലേക്ക് വിളക്ക് കൊടുക്കുവാൻ തയ്യാറായില്ല. എന്തുകൊണ്ടാണ് തയ്യാറാകാതിരുന്നത്? അയിത്തം അതിശക്തമായി പുതിയ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിന് വളരെ ശക്തമായിട്ട്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം എല്ലാവർക്കും അറിയാം. ചാത്തൻ മാസ്റ്ററും ഒക്കെ പ്രവർത്തിച്ച മണ്ണാണ്. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ കറുത്ത നിറത്തിലുള്ള ഒരു എംബ്രാന്തിരി പൂജയ്ക്ക് വന്നപ്പോൾ അയാളെ ആക്ഷേപിച്ച് വിളിച്ചത് പൂണൂലിട്ട പെലയൻ എന്നാണ് ഒരു സവർണ സ്ത്രീ ആ പൂജാരിയെ അഭിസംബോധന ചെയ്തത്. പൂണൂലിട്ട പെലയൻ എന്നാണ്. അപ്പോൾ പുലയ സമുദായക്കാരെ അല്ല ഏറ്റവും കുറഞ്ഞവ നികൃഷ്ട മനുഷ്യരായി കാണുന്ന സാമൂഹ്യ മനോഭാവം നമ്മുടെ സമൂഹത്തിൽ നിലീനമായിരിക്കുന്നുണ്ട്. ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട ഹീനമായ അതിക്രമം കേരളം കണ്ടതാണ്. നോക്കൂ, കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ദളിത് സമൂഹത്തെ കാണുന്നത് എന്നുള്ളതിന്റെ നേർചിത്രം കൂടിയാണ് ബിന്ദു അനുഭവിച്ച പീഡനം. അവർ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ പോലീസ് ഏമാന്മാർ പറഞ്ഞ എന്താണ്? കക്കൂസിൽ പോയി വെള്ളം കുടിക്കാനാണ് പറഞ്ഞത്. കക്കൂസിലെ വെള്ളം പോയി കുടിക്കാനാണ് പറഞ്ഞത്.
എന്ന് പറഞ്ഞാൽ ദളിതരെ തുല്യ പൗരരായി കാണുന്ന ഒരു സാമൂഹ്യ മനോഭാവം നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല. വേറെ ഏതെങ്കിലും കേസാണെങ്കിൽ മൈക്കുമായിട്ട് അടുക്കളയിലും മരണ വീട്ടിലാണെങ്കിൽ ആളുകളുടെ നാക്കിനുള്ളിലേക്ക് മൈക്ക് കുത്തിക്കയറ്റുന്ന മാധ്യമ പ്രവർത്തകർ ബിന്ദുവിനെതിരെ കള്ളപ്പരാതി കൊടുത്തവരുടെ ചിത്രം നമ്മൾ ആരെങ്കിലും എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ബിന്ദുവിന്റെ ഫോട്ടോയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക. ബിന്ദുവിനെ കള്ളപ്പരാതി കൊടുത്ത് ഒതുക്കിയ മനുഷ്യരുടെ ചിത്രം നമ്മൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. പട്ടികജാതി കമ്മീഷന്റെ റിപ്പോർട്ടിൽ അവരുടെ അഡ്രസ് ഉണ്ട്. ആ അഡ്രസ്സ് വെച്ചിട്ടൊന്ന് അന്വേഷിക്കാമല്ലോ ഈ മാധ്യമ പ്രവർത്തകർക്ക്. എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ആ കള്ളപ്പരാതി കൊടുത്ത സ്ത്രീയെയും അവരുടെ മകളെയും പൊതുസമൂഹത്തിൽ കാണിക്കാത്തത്? ഇതാണ് ദളിതരോടുള്ള നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ തന്നെ മനോഭാവം എന്നുള്ളതാണ്. വിവേചനം വളരെ ആഴത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഇതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിവേചനങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെ ഒരു വഴിയായിട്ടാണ് പ്രാതിനിധ്യം അവതരിപ്പിച്ച റെപ്രസെന്റേഷൻ. ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ജനാധിപത്യമാണ്. പ്രാതിനിധ്യ ജനാധിപത്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. പുറന്തള്ളപ്പെട്ട സമൂഹങ്ങൾക്ക് സർക്കാരിലും ഭരണകൂടത്തിലും എന്ത് വേണം? പ്രാതിനിധ്യം വേണം. പക്ഷേ ആ പ്രാതിനിധ്യം സമസ്ത മേഖലയിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക കൂടി വേണം. കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ നിരവധി സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. പക്ഷേ എത്ര പട്ടികജാതിക്കാരുണ്ട് അവിടുത്തെ പ്രൊഫസർമാരായിട്ട്? എന്തുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളിലും സ്കൂളുകളിലും പട്ടികജാതിക്കാരായിട്ടുള്ള അധ്യാപകരുടെ പ്രാതിനിധ്യം ശൂന്യതരമായി പോകുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളും എയ്ഡഡ് കോളേജുകളും ഉണ്ട്. പൊതുപണം ഒഴുകുന്ന മേഖലയാണ്. ദളിതരുടെ പ്രാതിനിധ്യം വട്ടപൂജ്യമാണ്. കേരളത്തിൽ ധാരാളം സംഗീത നാടക അക്കാദമിയുണ്ട്, സാഹിത്യ അക്കാദമിയുണ്ട്, ഒരുപാട് അക്കാദമികളുണ്ട്. പക്ഷേ ഈ അക്കാദമികളുടെ അധ്യക്ഷന്മാരായിട്ട് എന്തുകൊണ്ടാണ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ കടന്നു വരാത്തത്? എന്തുകൊണ്ടാണ്? കഴിവുള്ള സാഹിത്യകാരന്മാരില്ലാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ട വിഷയമാണ് ഇതൊക്കെ തന്നെ. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ പോകുന്നതിന് മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സംവരണം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ആ റിപ്പോർട്ട് ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്ന് അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സംവരണം നടപ്പിലാക്കാത്തത്? ഞാൻ ഈ സമ്മേളനത്തോട് ഏറെ വിനീതനായി ആവശ്യപ്പെടുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കോളേജുകളിലും സ്കൂളുകളിലും സംവരണം നടപ്പിലാക്കണം. ഈ സമ്മേളനത്തിന് ആ സംവരണം നടപ്പിലാക്കണമെന്ന് പറയാൻ ബാധ്യതയുണ്ട്. ചാത്തൻ മാസ്റ്ററുടെയും സമരം ചെയ്ത ഒരുപാട് ദളിതരുടെയും പട്ടികജാതിക്കാരായിട്ടുള്ള സമര പോരാളികളുടെയും ചോര ചിന്തിയിട്ടാണ് അരിവാൾ ചുറ്റിക നക്ഷത്രമുള്ള പതാക ചുവന്നത്. അങ്ങനെ ചുവന്നിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കോളേജുകളിലും സ്കൂളുകളിലും ദളിതർക്ക് പ്രാതിനിധ്യം കിട്ടിയേ മതിയാവും. എന്തുകൊണ്ടാണ് അതിന് അമാന്തം സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അവിടെ സംവരണം നടപ്പിലാക്കുന്നതിന് കാലതാമസം? എന്താണ് കാലതാമസം? പൊതുമേഖലയിൽ PSCക്ക് വിടാത്ത ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. 50-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും സംവരണമില്ല. എന്തിനാണ് സംവരണം? സംവരണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ദളിതരെ സഹായിക്കാനുള്ള ദാരിദ്ര്യ നിവാരണ പദ്ധതിയല്ല സംവരണം. സംവരണം എന്ന് പറയുന്നത് പ്രാതിനിധ്യമാണ്. റെപ്രസെന്റേഷൻ ഫോർ ഓൾ ക്ലാസസ് എന്ന 1ാം വട്ടമേശ സമ്മേളനത്തിന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറയുന്നുണ്ട്. പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങൾ പ്രാതിനിധ്യം വേണം. സർക്കാരിൽ, അധികാരത്തിൽ, ഭരണകൂടത്തിൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും മലബാർ ദേവസ്വം ബോർഡിന്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും സ്കൂളുകളിലും കോളേജുകളിലും പ്രാതിനിധ്യം ഇല്ല എന്നതിന്റെ അർത്ഥം പൊതുപണം ദളിതരിലേക്ക് ഒഴുകുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഒരു എയ്ഡഡ് കോളേജിൽ ഒരു 25-26 വയസ്സിൽ ഒരാൾ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലിക്ക് കയറുന്നു. അയാൾ ഒരു 7-8 വർഷം കഴിയുമ്പോൾ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് സർവകലാശാലയിലേക്ക് വരുന്നു, സിൻഡിക്കേറ്റ് മെമ്പർ ആകുന്നു, സർവകലാശാല വൈസ് ചാൻസലർ ആകുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ദളിതൻ അങ്ങനെ കടന്നു വരാൻ കഴിയാത്തത്? ഒരു വലിയ ബാരിക്കേഡ് ദളിത് സമുദായത്തിൽപ്പെട്ടവർ കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അത് പുതിയ കേരളത്തിൽ നിലനിൽക്കുന്ന പുതിയ ജാതി. എന്തുകൊണ്ടാണ് ധാരാളം
അത്യാവശ്യം ദളിത് പ്രൊഫസർമാരുണ്ടായിട്ട് പോലും കേരളത്തിൽ ധാരാളം യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിട്ടും ഒരു ദളിതൻ എന്തുകൊണ്ടാണ് വൈസ് ചാൻസലർ ആകാത്തത്? എന്താണ് ഒരു ദളിതൻ വൈസ് ചാൻസലർ ആകുന്നതിന് കേരളത്തിൽ എന്താ തടസ്സം? നമ്മുടെ പുരോഗമനം കുറഞ്ഞു പോയതുകൊണ്ടാണോ? അപ്പൊ നമ്മുടെ പുരോഗമനത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? ആ പ്രശ്നം പരിഹരിക്കപ്പെടണ്ടേ? നിലവിൽ നമുക്ക് സർവകലാശാലകളുടെ എണ്ണം ഒന്ന് പരിശോധിച്ചാൽ, അവിടുത്തെ വൈസ് ചാൻസലർമാരുടെ ജാതി തിരിച്ചുള്ള കണക്ക് ഒന്ന് പരിശോധിച്ചാൽ അതിൽ എത്ര പേര് ദളിതരുണ്ട്? ദുഃഖിക്കും നമ്മൾ അതിന്റെ കണക്കെടുക്കുമ്പോൾ, ദുഃഖിക്കും. അർഹമായ പ്രാതിനിധ്യം ദളിത് ജനവിഭാഗങ്ങൾക്ക് വേണം എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ മുമ്പിൽ ബ്രാഹ്മണ്യം പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും നിൽക്കുകയാണ്. സവർണ ഒളിഗാർക്കിയാണ് അതിന് തടസ്സം എന്ന് പറയുന്നത്. ഈ ഒളിഗാർക്കിയെ തകർത്തുകൊണ്ട് മാത്രമേ ഒരു ജനാധിപത്യ സമൂഹം നിലവിൽ വരൂ എന്നുള്ളതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സൂചിപ്പിച്ചത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു വിവാദമാണ്. കേരള സമൂഹം മുഴുവൻ ശ്രദ്ധിച്ചൊരു വിവാദമാണ്. ഒരു സിനിമാ കോൺക്ലേവ് നടന്നപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ ദളിത് സമുദായത്തിൽ തന്നെയുള്ള പുഷ്പവതി എന്ന് പറയുന്ന പാട്ടുകാരി അഭിസംബോധന ചെയ്ത രീതി നമ്മുടെ ബ്യൂറോക്രസിയെ ഉൾപ്പെടെ ബാധിച്ചിരിക്കുന്ന സവർണതയുടെ ഒരു പ്രതീകം മാത്രമാണ്. അദ്ദേഹം ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസമാണ് നമ്മൾ മനസ്സിലാക്കരുത്. അദ്ദേഹം ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസമല്ല. കേരളീയ പൊതുബോധത്തിൻ്റെ ഒരു പ്രതിനിധാനമാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് പുഷ്പവതിയെ, അവൾ ആരാണത് ചോദിക്കാൻ എന്ന് അടൂർ ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ്? പുഷ്പവതി ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് അടൂർ അങ്ങനെ ചോദിക്കുന്നത്. ഒരു സവർണ സമുദായത്തിൽ നിന്നുള്ള ആളാണെങ്കിൽ ഒരിക്കലും അടൂർ അങ്ങനെ ചോദിക്കില്ല. കഴിഞ്ഞ 14 വർഷമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് പുഷ്പവതി. പക്ഷെ അത്തരമൊരു ചോദ്യം അടൂർ ഉന്നയിക്കുന്നതിന് കാരണം അടൂരിൻ്റെ മനസ്സിൽ നിലീനമായിരിക്കുന്ന സവർണ ഫ്യൂഡൽ മനോഭാവവും ജാതിവെറിയുമാണ്. ദളിതർക്ക് ഫണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് പ്രത്യേക പരിശീലനം കൊടുക്കണമെന്ന് പറയുന്ന അടൂർ കേന്ദ്രത്തിൽ നിന്നും NSFDCയുടെ ഫണ്ട് കൊടുക്കുമ്പോൾ എന്ത് പറയുന്നില്ല? പരിശീലനം കൊടുക്കുന്ന കാര്യമേ പറയുന്നില്ല. അപ്പോൾ തന്നെ അടൂരിൻ്റെ ഇരട്ടത്താപ്പ് വെളിവായി, കൃത്യമായി. ഇന്നിപ്പോൾ സംവരണം എല്ലാവർക്കും ഉണ്ടില്ലേ? EWS സംവരണം എന്ന് പറയുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെ സംവരണം. യഥാർത്ഥത്തിൽ ഇതെന്താണ്? ഇത് ദളിതർക്കും ആദിവാസികൾക്കുമുള്ള പ്രത്യേക അവകാശങ്ങളെ, സംവരണ അവകാശങ്ങളെ അട്ടിമറിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് സവർണ സംവരണം എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന EWS. ഡോക്ടർ ബി ആർ അംബേദ്കർ ശ്രേണീകൃതത്വത്തെ തലതിരിച്ചിട്ടു എന്നുള്ളതാണ്. ശ്രേണീകൃതത്വത്തെ തലതിരിച്ചിട്ടു എന്ന് ഞാൻ പറയുന്നത് പുരുഷ സൂക്തത്തിൽ പറയും, ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃതഃ ഊരു തദസ്യ വൈശ്യഃ പദ്ഭ്യാം ശൂദ്രോ അജായത എന്ന് പുരുഷ സൂക്തത്തിൽ പറയും. ബ്രാഹ്മണൻ വിരാട് പുരുഷന്റെ മുഖത്ത് നിന്നുണ്ടായി, ക്ഷത്രിയൻ ബാഹുക്കളിൽ നിന്നുണ്ടായി, വൈശ്യൻ തുടകളിൽ നിന്നുണ്ടായി, പാദങ്ങളിൽ നിന്ന് ശൂദ്രനുണ്ടായി. ഭാഗവത പുരാണത്തിൽ പറയും, വിരാട് പുരുഷന്റെ മുഖത്തു നിന്നുണ്ടായ ബ്രാഹ്മണൻ ഉത്തമനും പാദത്തു നിന്നുണ്ടായ ശൂദ്രൻ അധമനുമാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താരാണ്? ബ്രാഹ്മണനാണ്. ഈ സാമൂഹ്യ വ്യവസ്ഥിതിയെ ഡോക്ടർ ബി ആർ അംബേദ്കർ അഴിച്ചു പരിശോധിക്കുകയും സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെയെല്ലാം തന്നെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രത്യേകമായ പരിരക്ഷകളും അവകാശങ്ങളും കൊടുത്തുകൊണ്ട് സമൂഹത്തിന്റെ ഏറ്റവും മുകളിലുള്ള ശ്രേണിയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രതിഷ്ഠിച്ചു. അങ്ങനെ പ്രതിഷ്ഠിച്ചതിനെ തകർക്കുന്നതിന് വേണ്ടിയാണ് എന്ത് കൊണ്ടുവന്നത്? EWS സംവരണം നടപ്പിലാക്കിയത്. ഇതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. അപ്പൊ EWS സംവരണം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? അത് ദളിതരുടെ പ്രത്യേകമായ അവകാശങ്ങളെ, സംവരണ അവകാശങ്ങളെ സമ്പൂർണമായി നിഷേധിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. PSCയിൽ ഈ സംവരണം നടപ്പിലാക്കിയപ്പോൾ പൊതുവിഭാഗത്തില് എല്ലാവർക്കും മത്സരിക്കാവുന്ന 50% നിന്നാണ് 10% എങ്ങോട്ട് പോയിരിക്കുന്നത്? EWS സംവരണത്തിന് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ദളിതർക്കും കൂടി അവകാശപ്പെട്ട 50%-ന് 10% അപഹരിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിരിക്കുന്നു. ഇത് കേരളത്തിലെ മാത്രം കാര്യമല്ല. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിച്ചാൽ ദളിത് ജനവിഭാഗങ്ങൾ ഭീകരമായ പുറന്തള്ളൽ ഹിംസ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ IIT-കളിലെ 6049 അധ്യാപക തസ്തികകളിൽ 121 ദളിതർ മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ വരേണ്യ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് അധ്യാപകരായിട്ടുള്ളത്.
അങ്കുൽ പലിവാളിന്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 97% അധ്യാപക സ്ഥിതികളിലും വരേണ്യ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഇത് ദളിതരോ ആദിവാസികളോ യോഗ്യരായിട്ടില്ലാത്തത് കൊണ്ടല്ല, ദളിതരെയും ആദിവാസികളെയും പുറന്തള്ളുന്ന ഒരു വ്യവസ്ഥാക്രമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ സെക്രട്ടറിയൽ തസ്തികയിൽ 2% താഴെയാണ് ദളിതരുടെ പ്രാതിനിധ്യം. സുപ്രീം കോടതിയിൽ ഇതുവരെ 272 ജഡ്ജിമാരുണ്ടായിട്ട് അതിൽ 252 പേരും വരേണ്യ വിഭാഗത്തിൽ നിന്നുള്ളവരാ. എന്തുകൊണ്ടാണ് രാജ്യത്ത് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ ഭീകരമായ രീതിയിൽ സംവരണവും പ്രാതിനിധ്യവും അട്ടിമറിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഭീകരമായ ബ്രാഹ്മണ്യ വ്യവസ്ഥ നിലനിൽക്കുന്നത്. ഞാൻ ശബരിമലയെ പറ്റി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശബരിമല മേൽശാന്തി നിയമനം നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. ശബരിമല മേൽശാന്തി തസ്തികയിലേക്ക് ഈഴവ സമുദായത്തിൽപ്പെട്ട വിഷ്ണുനാരായണൻ എന്ന് പറയുന്ന ഒരു പൂജാരി അപേക്ഷ അയച്ചു. അദ്ദേഹം മലയാള ബ്രാഹ്മണൻ അല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ അപേക്ഷ തിരസ്കരിച്ചു. ഈഴവന്റെ കാര്യം ഇതാണെങ്കിൽ ദളിതരുടെ കാര്യം പറയാനില്ല കേട്ടോ. അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ആ കേസ് പരിഗണിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹത്തിന്റെ അപേക്ഷയ്ക്കെതിരെ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ സമർപ്പിച്ചത് മറ്റാരുമായിരുന്നില്ല, അഖില കേരള തന്ത്രി സമാജം എന്ന് പറയുന്ന അക്കീരമൺ കാളിദാസ ഭട്ടതിരിയുടെ നേതൃത്വത്തിലാണ് ഈ പാവപ്പെട്ട ഈഴവനെതിരായിട്ട് കേസിന് പോയത്. ഒന്ന് ആലോചിച്ച്, വേറെ ആരുമല്ല കേസിന് പോയത്, അക്കീരമൺ കാളിദാസ ഭട്ടതിരിയാണ് ആ പാവപ്പെട്ട ഈഴവനെതിരായിട്ട് ഹൈക്കോടതിയിൽ കേസിന് പോയത്. എന്നിട്ട് അക്കീരമൺ കാളിദാസ ഭട്ടതിരി സമർപ്പിച്ച റിട്ട് പെറ്റീഷനിൽ പറയുന്നത് തത്വവേത്ത എന്ന് പറയുന്ന തന്ത്രസമുച്ചയത്തിലെ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ദേവനെ പൂജിക്കാൻ ബ്രാഹ്മണർക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് 2024 ഹൈക്കോടതിയുടെ മുമ്പാകെ ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് കാര്യങ്ങൾ സമർപ്പിക്കുകയാണ്. നമുക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ എങ്ങനെയാണ് പുറന്തള്ളപ്പെടുന്നത്? അനുഷ്ഠാനാത്മകമായ അധികാരം നമ്മൾക്ക് നഷ്ടപ്പെടുന്നതിലൂടെയാണ് നമ്മൾ പുറന്തള്ളപ്പെടുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ആ യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയാം. അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ കാവുകളും കുളങ്ങളും ഒക്കെ ഉണ്ടല്ലോ, പുലയ പറയ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെല്ലാം കാവുകളും കുളങ്ങളും ഉണ്ടില്ലേ? ഉണ്ട്. പക്ഷെ നമുക്കൊക്കെ, ഇതിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്കൊക്കെ ഇപ്പോഴും പൂണൂരിട്ട് നമ്പൂതിരി വന്ന് പൂജ ചെയ്താലേ തൃപ്തി വരൂ എന്ന സാമൂഹ്യ മനോഭാവം ദളിതരെ വിട്ടിട്ടില്ല. ചോറൂണ് കൊടുക്കണമെങ്കിൽ ചെട്ടുകുളങ്ങരെ പോകണം, കല്യാണം നടക്കണമെങ്കിൽ ചെട്ടുകുളങ്ങരെ പോകണം, എല്ലാത്തിനും അവിടെ പോയാലും ഇതൊക്കെ നടക്കുന്നുള്ളൂ. ഒരു ബ്രാഹ്മണരും അമ്പലത്തിൽ പോയി ചോറൂണവും നടത്തുന്നില്ല. ഉണ്ടോ? അമ്പലത്തിൽ വെച്ച് ഒരു ബ്രാഹ്മണരുടെ കല്യാണവും നടക്കുന്നില്ല. നമ്മൾ ബ്രാഹ്മണ്യത്തിന്റെ അടിമകളായി ജീവിക്കുന്നത് അവസാനിപ്പിക്കാതെ ദളിത് സമൂഹം രക്ഷപ്പെടാൻ പോകുന്നില്ല. ബ്രാഹ്മണ്യത്തിന്റെ അടിമത്വത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. നമുക്കൊരു കാവും കുളമുണ്ട്, മരണം സ്വാഭാവികമാണ്. ആരെങ്കിലുമൊക്കെ മരിക്കും, അസുഖം വരും, പെട്ടെന്നൊരു ജ്യോത്സ്യരെ വിളിച്ചോണ്ട് വരും. ജ്യോത്സ്യൻ കവിടി നിരത്തും, കൈലാസാദ്രീശകോണേ സുരവിടവിതടേ പാണ്ഡികേ മണ്ഡപേ ശ്ലോകം കേട്ട് എല്ലാം പേടിച്ചു. ഏതെങ്കിലും പാമ്പ് ബാധയായിട്ടുണ്ടെന്ന് പറയും, എവിടോ ഇരിക്കുന്ന പാമ്പ്. ഈ തൊലിപ്പുറത്ത് എന്തെങ്കിലും അസുഖം വരും, അലർജിക്ക് ഡെർമറ്റോളജിസ്റ്റിനെ കാണേണ്ട കേസാണ്. പക്ഷെ അപ്പോഴും പാമ്പിന് കറക്കപ്പുറതിയില്ല. ചൊറിച്ചിൽ വന്നാൽ പാമ്പിന് കറക്കപ്പുറതിയില്ല. മക്കളുണ്ടാകാൻ താമസിച്ചാൽ പാമ്പിന് കറക്കപ്പുറതിയില്ല. ഓട്ടോ അങ്ങനെ പ്രശ്നം വെച്ച് ജ്യോത്സ്യര് ഏതെങ്കിലും ദൈവത്തെ കുടിയിരുത്തണം എന്ന് പറയും. ഇന്നലെ വരെ മാടനെയും മറതയും ആരാധിച്ചുകൊണ്ടിരുന്ന നമ്മളെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് 10-20-25 ലക്ഷം രൂപ വാങ്ങിച്ച് ബ്രാഹ്മണര് പൂജാരിയായിട്ട് വരുന്നു. നമ്മൾ പുറത്താകുകയും ചെയ്തു. ഈ പരിപാടി നമ്മൾ അവസാനിപ്പിക്കണം. നമ്മുടെ കാവുകളും കുളങ്ങളും നമ്മൾ സംരക്ഷിക്കുകയും അവിടെ നമ്മൾ തന്നെ പൂജ നടത്തുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ ഈ പാർട്ടി പരിപാടിയിൽ വരുന്നത് ചിലപ്പോൾ വിഫലമായി പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അനുഷ്ഠാനാത്മകമായ അധികാരം നമ്മൾ കൈവിടാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ വലിയ ഭീകരമായ രീതിയിൽ ബ്രാഹ്മണവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദളിതരുടെ പതികളും കാവുകളും കുളങ്ങളും ഒക്കെ ഇങ്ങനെ ബ്രാഹ്മണ്യം അപഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ജാഗരൂകമായിട്ട് നമ്മൾ നിൽക്കണം. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. KPMSന്റെ ഒരു അമ്പലമുണ്ട് ആലപ്പുഴ ജില്ലയിൽ. ഞാൻ താമസിക്കുന്ന വിയപുരത്തിനടുത്ത് പായിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് KPMSന്റെ ഒരു ക്ഷേത്രമുണ്ട്.
അപ്പം ഞാൻ ഈ തന്ത്രവും പൂജയൊക്കെ പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ഈ കമ്മിറ്റിക്കാർ എന്നെ വന്ന് കണ്ടു. സാർ ഒരു ദേവപ്രശ്നം വെക്കണം. ഞാൻ ചോദിച്ചു എന്തിനാണ് ദേവപ്രശ്നം? അത് ഈ ശിവൻ ഇങ്ങനെ ഇരിക്കുകയാണോ, അപ്പോൾ എങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി. ശരി, ഞാൻ വരാം. പക്ഷേ ഈ കബഡി നടത്തുന്ന പരിപാടിയൊന്നുമില്ല, പക്ഷെ ഞാൻ വരാം. ഞാൻ ചെന്നു. വളരെ ഭക്തിപൂർവം അവർ നിന്നു. അപ്പോൾ അവർക്ക് അറിയേണ്ട കാര്യം, ഒരു തന്ത്രിയെ കൊണ്ടുവന്ന്, ബ്രാഹ്മണനായ ഒരു തന്ത്രിയെ കൊണ്ടുവന്ന് പൂജ നടത്തണം. അതാണ് ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു ബ്രാഹ്മണരെ അവിടെ കയറ്റാൻ പാടില്ല എന്നുള്ളത് എൻ്റെ ഉദ്ദേശം. അപ്പം ഞാൻ പറഞ്ഞു, പുലേ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഇവിടെ പൂജ നടത്തിയാൽ മതി എന്നാണ് കാണുന്നത്. അപ്പൊ ഇതിന്റെ കണക്കും കാര്യങ്ങളൊക്കെയോ? കണക്കും കാര്യങ്ങളും പുലേ സമുദായത്തിൽപ്പെട്ട ഒരാൾ തന്നെ ചെയ്താൽ മതി എന്നാണ് കാണുന്നത്. ആ കാണുന്നത് എന്ന വാക്കിന് വളരെയധികം പ്രസക്തിയുണ്ട്. അല്ലാതെ പറഞ്ഞാൽ എൻ്റെ അഭിപ്രായമാണ്. കാണുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായമല്ല, അത് മുകളിൽ നിന്ന് വരുന്ന അഭിപ്രായമാണ്. ഇന്നും KPMSന്റെ നേതൃത്വത്തിലുള്ള അമ്പലം പുലേ സമുദായത്തിൽപ്പെട്ട പൂജാരി തന്നെ പൂജിക്കുന്നുണ്ട്. അറബിക്കടലിൽ നിന്ന് തിരമാലകൾ അടിച്ചു കയറിയില്ല, ആകാശത്ത് നിന്ന് ഇടിമിന്നൽ ഏശിയില്ല, ഒന്നും സംഭവിച്ചില്ല. വളരെ കാര്യമായിട്ടെല്ലാം നടന്നു പോകുന്നുണ്ട്. ഇത് നമ്മളൊരു മാതൃകയാക്കി കൊണ്ടു നടക്കണം. 2, ഈ വെജിറ്റേറിയനിസത്തിൻ്റെ പേരിലും നമ്മളെ പിടിമുറുക്കുന്നൊരാശയമുണ്ട്. പച്ചക്കറി രാഷ്ട്രീയം ഇന്ന് കുറേയൊക്കെ ദളിതരുമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ രാമായണ മാസത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, ഇന്നലെ വരെ രാമായണം കണ്ടിട്ടില്ലാത്തവർ ഇന്ന് അക്ഷരം പഠിച്ചിട്ട് കുത്തിയിരുന്ന് വായന. ഞാൻ പറഞ്ഞതുപോലെ ഒരു കാര്യവും ഇല്ല. ആ സമയത്ത് ഭരണഘടന വായിച്ചാൽ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും. ഇന്ന് എല്ലാവരും ഈ വെണ്ടയ്ക്ക തോരനും സാമ്പാറും കഴിച്ചിരിക്കുക. അതൊക്കെ മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ രാമനും കൃഷ്ണനും ഒക്കെ വെജിറ്റേറിയന്മാരാണ് എന്ന് വിശ്വസിച്ചിട്ടാണ് നിങ്ങളത് വായിക്കുന്നതെങ്കിൽ തെറ്റി. അവരൊന്നും വെജിറ്റേറിയൻ ആയിരുന്നില്ല. വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, ഗംഗാ നദി മറികടക്കുന്നു വനവാസത്തിന് പോകുന്ന സീതയും രാമനും. അപ്പോൾ ഗംഗാദേവിയോട് സീത പ്രാർത്ഥിക്കുകയാണ്, യക്ഷേ ത്വാം പ്രിയതാം ദേവി, അല്ലയോ യക്ഷി നീ ഞങ്ങളിൽ പ്രീതിപ്പെടുക. ഗംഗ യക്ഷി എന്നാണ് വിളിക്കുന്നത്. വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ സുരാഗട സഹസ്രേണ മാംസഭൂതൗദനേന ച, വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ അല്ലയോ ഗംഗ നിനക്ക് ഞങ്ങൾ എന്ത് നൽകാം? 1000 കുടം മദ്യം നൽകാം. പിന്നോ മാംസഭൂതൗദനേന ച, ഓദനം എന്ന് പറഞ്ഞാൽ ചോറ്, മാംസോദനം എന്ന് പറഞ്ഞാൽ മാംസച്ചോറ്. മാംസച്ചോറ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടില്ല, കേൾക്കാൻ പറ്റുന്നില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്ക് ഇത്രയും സൗണ്ടേ ഉള്ളോ? ബിരിയാണി. അപ്പോൾ എന്താണ് സീത ഗംഗാദേവിക്ക് വഴിപാടായി നേർന്നത്? അത് ചിക്കൻ ബിരിയാണിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇങ്ങനെ നോക്കൂ, ഭരദ്വാജ മഹർഷിയെ കാണുന്നതിന് വേണ്ടി ഭരതൻ വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഈ സാമ്പാറും തൈരും ഒക്കെ കുട്ടിയാണ് ഭരതന് സദ്യ കൊടുത്തത്. ഒന്നുമല്ല, നല്ല പന്നിയിറച്ചി, ചിക്കൻ, മട്ടൻ ഇതൊക്കെ കൊണ്ടാണ് ഭരദ്വാജ മഹർഷി ഭരതനെ സൽക്കരിച്ചത് എന്ന് വാൽമീകി രാമായണം പറയുന്നുണ്ട്. ഗംഗാ നദിയിലൂടെ നടക്കുമ്പോൾ, വള്ളത്തിൽ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ സീതയ്ക്ക് രാമൻ നല്ല ചുട്ട മീനിനെ കൊടുക്കുന്നുണ്ട്. സീതാ മാംസേന ചന്തയൻ, സീതയെ മാംസം കൊടുത്ത് സന്തോഷിപ്പിച്ചു എന്നാണ് വാൽമീകി രാമായണം പറയുന്നത്. ഇങ്ങനെ മീന് ഇറച്ചിയൊക്കെ ആഗോളം ഭക്ഷിച്ചിരുന്ന രാമനും കൃഷ്ണനും. പക്ഷെ നമ്മുടെ കാര്യം വന്നപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം പച്ചക്കറിയും കഴിച്ചിരിക്കുക. ഇത് കേട്ടാത്തൊന്നും രാമനും കൃഷ്ണനും കാട്ടി പച്ചക്കറി കൃഷിയായിരുന്നു. ഒന്നുമില്ല, അങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യാൻ കഴിയുമായിരുന്നില്ല. രാമായണ സീരിയൽ നമ്മൾ തട്ടത്തിൽ ആപ്പിൾ കുറഞ്ഞ് വെച്ചിരിക്കുന്നത് കാണുമില്ലേ? ചുമ്മാതാ. കാരണം ഇന്ത്യയിലേക്ക് മുസ്ലിങ്ങൾ കടന്നു വന്നതിന് ശേഷം, മുഗളന്മാരുടെ കടന്നുവരവിന് ശേഷമാണ് ആപ്പിൾ കൃഷി വ്യാപകമായത്. അല്ലാതെ രാമനും കൃഷ്ണനും ആപ്പിൾ കൃഷി ഉണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണ പരമ്പരയിൽ കൃഷ്ണൻ ചപ്പാത്തി ഇരുന്ന് രംഗം കാണിക്കുന്നുണ്ട്. എപ്പോഴാണ് ചപ്പാത്തി ഉണ്ടായത്? ഈ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. ചപ്പാത്തിയൊക്കെ ഉണ്ടായിട്ട് അധികം വർഷമൊന്നും ആയില്ല. വിപുലമായ ഗോതമ്പ് കൃഷി വേണം. രാമായണ സീരിയൽ മറ്റൊരു കാര്യം കൂടി കാണിക്കും. വലിയ സ്വർണ്ണ കൊട്ടാരം നമ്മൾ കാണും രാമായണ സീരിയൽ, ഇല്ലേ? വലിയ സ്വർണ്ണ കൊട്ടാരം. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്? യഥാർത്ഥത്തിൽ വാൽമീകി രാമായണം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു രംഗം. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സീതയും രാമനും വനത്തിലേക്ക് പോകുന്ന സമയത്ത് കൗസല്യ ബോധം കെട്ട് വീഴുകയാണ്. കൗസല്യ പാംസുസ്നാനിതയായി തീർന്നു എന്നാണ് വാൽമീകി രാമായണം പറയുന്നത്. ചരിത്ര പണ്ഡിതനും പുരാവസ്തുശാസ്ത്ര വിദഗ്ധനുമായ സംകാലിക ചോദിക്കുന്നു, പാംസു എന്ന് പറഞ്ഞാൽ പൊടി, സ്നാനിത കുളിച്ചവൾ, പാംസു സ്നാനിത പൊടിയിൽ കുളിച്ചവൾ. അദ്ദേഹം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് കൗസല്യ പൊടിയിൽ കുളിച്ചത്? ഇതുപോലെ ഗ്രാനൈറ്റ് ഒക്കെയാണല്ലോ നമ്മൾ സീരിയലിൽ കാണുന്നത്.
ഇത്ര നല്ല ഗ്രാനൈറ്റ് ഒക്കെ ആയിരുന്നെങ്കിൽ പൊടിയിൽ കുളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ, ചുട്ടെടുക്കാത്ത ഇഷ്ടിക കൊണ്ടുള്ള വീട്ടിലാണ് ആര് താമസിച്ചത്? രാമനും സീതയും കൗസല്യൊക്കെ താമസിച്ചത്. സീരിയലിൽ കാണുന്ന കൊട്ടാരമൊക്കെ ഇപ്പോഴത്തെ പുതിയ ഗ്രാഫിക്സിലൊക്കെ നിർമ്മിച്ചെടുത്ത് അങ്ങനെ ഒരു കൊട്ടാരമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് വാൽമീകി രാമായണം വായിച്ച് നമുക്ക് മനസ്സിലാകുക. ഇത്രയൊക്കെ ഇതോടെ വിശദീകരിക്കാൻ കാരണം, നമ്മുടെ ദളിതരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ 3 വഴികളാണ് പ്രധാനമായിട്ടുള്ളത്. അതിലൊന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. ഏതൊരു യുക്തിയെ നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മളെ പഠിപ്പിച്ചത്. ദളിതരുടെ അവകാശങ്ങളുടെ വിമോചനത്തിന്റെ ഒന്നാമത്തെ പാത ബ്രാഹ്മണ്യത്തിന്റെ അടിമത്വം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ബ്രാഹ്മണ്യത്തിന്റെ വിശ്വാസ പാരമ്പര്യങ്ങൾ നാം ഉപേക്ഷിച്ചാൽ മാത്രമേ ദളിതാവകാശങ്ങളിലേക്ക്, നമ്മുടെ പ്രാന്ത്യാവകാശങ്ങളിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് പ്രാതിനിധ്യമാണ്. ആ പ്രാതിനിധ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു സമ്മർദ്ദ ശക്തിയായി നിലകൊള്ളാൻ ദളിതർക്ക് കഴിയണം. കടന്ന കൈയാണെന്ന് ഞാൻ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ജനാധിപത്യപരമായ ശക്തിയോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ദളിതർക്ക് കഴിയണം. പറഞ്ഞു വന്നത്, ഈ ചുവപ്പ് പതാക ദളിതരുടെ രക്തം കൂടി പൊടിഞ്ഞ് ആ രക്തം കൂടി ചേർന്നതാണ് ഈ ചുവപ്പ് പതാക എങ്കിൽ സമസ്ത രംഗങ്ങളിലും ആ ദളിതർക്ക് പ്രാതിനിധ്യം കിട്ടിയേ മതിയാവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അത്തരം അവകാശങ്ങൾക്കായുള്ള പോരാട്ടങ്ങൾ നിരന്തരം തുടരട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. എൻ്റെ പ്രിയ സഖാക്കളെ, എൻ്റെ ആത്മ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.